സുപ്രീം കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ് ആശ്വാസകരമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ. അന്തിമവിധി പ്രതീക്ഷ പകരുന്നതാണ്. കളക്ടറുടെ ഇടപെടലിലെ ഭാഗം ഒഴിവാക്കിയത് ആശ്വാസകരമാണ്. വഖഫ് നിയമ ഭേദഗതി തന്നെ സ്വത്ത് കയ്യേറ്റം ചെയ്യാനുള്ളതാണെന്നും അമുസ്ലിങ്ങളായ 3 പേരെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടക്കാല ഉത്തരവിൽ തന്നെ അതിലൊട്ടുമിക്ക നിർദ്ദേശങ്ങളും റദ്ദ് ചെയ്തുകൊണ്ടുള്ള സമീപനമുണ്ടായി, ഗൗരവതരമായ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമാണ്. അന്തിമ വിധിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടിയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ അതിലേറെ പ്രശ്നമുള്ള ഒരുപാട് വകുപ്പുകൾ ഉണ്ടായിരുന്നു. അതിലേറെ പ്രശ്നമുള്ള ഒരു വകുപ്പാണ് വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് തർക്കം നേരിട്ട് കഴിഞ്ഞാൽ അതിൽ അന്തിമ വിധി കൽപ്പിക്കാനുള്ള അധികാരം കലക്ടർമാർക്ക് അനുവദിച്ചുകൊണ്ടുള്ള നിയമം അതിനകത്തുണ്ടായിരുന്നു. അത് സുപ്രീം കോടതി റദ്ദ് ചെയ്തു എന്ന് പറയുന്നത് ഏറെ ആശ്വാസകരമായ നടപടിയാണ്. അതോടൊപ്പം തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടും അതിന്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട നിയമം കൂടി അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അതിൽ മാക്സിമം 3 വരെ ആകാം, 2 അല്ല 3 വരെ മാക്സിമം ആകാം എന്നതാണ് സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്.